സുമോ ഗുസ്തി ലോകത്തിലെ ഏറ്റവും സവിശേഷവും പുരാതനവുമായ ഗുസ്തി രൂപങ്ങളിലൊന്നാണ് സുമോ ഗുസ്തി. ജപ്പാന്റെ ദേശീയ വിനോദമായ സുമോ ആയോധന കലകളുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ കളിയെ ഒരു കായിക വിനോദോപാധി എന്ന നിലയിലാണ് കൃത്യമായി വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 1500-2000 വർഷത്തെ പഴക്കം ഈ കളിക്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ആദ്യകാലത്ത് ഏറ്റവും ജനപ്രിയമായ വിനോദോപാധി എന്ന നിലയിലാണ് സുമോ പ്രചാരം നേടിയത്. ഷിൻഡോ ദേവാലയങ്ങളിൽ ദേവപ്രീതിക്കായുള്ള അനുഷ്ഠാനമെന്ന നിലയിലാണ് പണ്ടുകാലത്ത് സുമോ ഗുസ്തി നടന്നിരുന്നത്. ഷിൻഡോ മതത്തിൻ്റെ പല പുരാതന പാരമ്പര്യങ്ങളും സുമോയിൽ ഇപ്പോഴും നിലനിർത്തി പോരുന്നു. ഓരോ സുമോ മത്സരത്തിൻ്റെ തുടക്കത്തിലും ഇത്തരം ആചാരങ്ങൾ കാണാൻ സാധിക്കും. രണ്ട് ഗുസ്തിക്കാർ തമ്മിൽ നടത്തുന്ന ഒരു ഗുസ്തി മത്സരമാണിത്. അസാധാരണ വലിപ്പമുള്ള സുമോ ഗുസ്തിക്കാർ റിക്കിഷി എന്നാണ് അറിയപ്പെടുന്നത്. 250 കിലോയിൽ കൂടുതലാണ് ഇവരുടെ ഭാരം. സുമോയ്ക്ക് വേണ്ടി പ്രത്യേകമായി ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്താണ് കളിക്കാരെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. സുമോ ഗുസ്തിക്കാരുടെ ജീവിതം ജപ്പാനിലെ സുമോ അസോസിയേഷൻ്റെ നിർദ്ദേശപ്രകാരം നിയന്ത്രിച്ചിരിക്കുന്നു. സുമോ മത്സരത്തിൻ്റെ വേദി പ്രത്യേകമായി നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഏകദേശം 15 അടി വ്യാസമുള്ള ഗോതയിൽ നിന്നാണ് മത്സരം നടക്കുന്നത്. നിലത്തുനിന്ന് 2.5 അടി ഉയരത്തിൽ കളിമണ്ണിൽ നിർമ്മിച്ചിട്ടുള്ള ഈ റിങ്ങുകൾ ദ്യോഹ്യോ എന്നറിയപ്പെടുന്നു. ഓരോ സുമോ മത്സരവും ആരംഭിക്കുന്നത് കളിക്കളത്തിലേക്ക് ഉപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ടാണ്. ഇത് ഷിൻഡോ മതത്തിൻ്റെ ആചാര രീതിയിൽ ഉൾപ്പെടുന്നതാണ്. ഉപ്പ് ശുദ്ധീകരിക്കുന്ന വസ്തു എന്നാണ് അവരുടെ വിശ്വാസം. ഈ ചടങ്ങിനു ശേഷം കളിക്കളത്തിൽ ഗുസ്തിക്കാർ തറയിൽ മുഷ്ടി ചുരുട്ടിയിരിക്കുന്നു. കളി ആരംഭിക്കുന്നതോടെ ബലപ്രയോഗത്തിൽ എതിരാളിയെ വലയത്തിന് പുറത്തേക്ക് നീക്കുകയോ അല്ലെങ്കിൽ എതിരാളിയുടെ പാദങ്ങൾ ഒഴികെയുള്ള ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നിലം തൊടുകയോ ചെയ്താൽ മറ്റേയാൾ വിജയിക്കും. എതിരാളിയെ പുറത്താക്കിയ ഉടൻ മത്സരം അവസാനിക്കുകയാണ്.